ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആൻഡ് എ മാർക്കറ്റ് ഇക്കോണമി. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ മറ്റൊരു പേരെന്താണ്, അല്ലെങ്കിൽ എന്താ മാർക്കറ്റ് ഇക്കോണമിയുടെ മറ്റൊരു പേരെന്താണ്, അത് നമുക്കൊരു ഡിസ്റ്റിങ്ക്വിഷ് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, പ്രൈസ് മെക്കാനിസം, പ്രൈവറ്റ് ഓണർഷിപ്പ്, വെരി ഗുഡ്, ക്യാപിറ്റൽ, വെരി ഗുഡ്, എല്ലാം അറിയാം അല്ലേ. അപ്പോൾ അന്നാ മിസ് ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ സെൻട്രലി പ്ലാനിങ് എക്കോണമിയുടെ മറ്റൊരു പേര് എന്താണ്? സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്നാണ് നമ്മുടെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത്. അതൊരു ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ആൻഡ് മാർക്കറ്റ് ഇക്കോണമിയുടെ പേരെന്താണ്? നമുക്ക് എഴുതാം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ് അല്ലേ, ക്യാപിറ്റലിസം ആണ്. ഓക്കെ, യെസ്, സോഷ്യലിസം ഉണ്ട്, അതേപോലെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയും കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റ് ഇക്കോണമി. നമ്മുടെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യലിസം. ആൻഡ് മാർക്കറ്റ് ഇക്കോണമിയുടെ മറ്റൊരു പേരാണ് എന്താ? ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് നമുക്കറിയാം, സോഷ്യലിസത്തിൽ എന്താണ്? ഫുൾ ഗവൺമെൻറ് കൺട്രോൾ ആണല്ലേ. വെരി ഗുഡ് ക്രോണോസ്, വെരി ഗുഡ്. എന്താണ്? ഫുൾ ഗവൺമെൻറ് കൺട്രോൾ ആണ്. ഗവൺമെൻറ് ആണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. പക്ഷേ അതേസമയം എന്താ, അവിടെ ഗവൺമെൻറ് പ്ലാനിങ്ങും ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് പ്ലാനിങ് മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാം. പക്ഷേ അതേസമയം എന്താ, മാർക്കറ്റ് ഇക്കോണമി എടുത്ത് നോക്കിയാലോ അവിടെ എന്താ? പ്രൈസ് മെക്കാനിസം ആയിരിക്കും. മാർക്കറ്റിൽ എന്താണ്, നമ്മുടെ ആ ഒരു മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണോ ആ മാർക്കറ്റിൽ ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് അരിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ എന്താ, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ആ മാർക്കറ്റിൽ അരിയായിരിക്കും കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഡിമാൻഡ്, നമ്മുടെ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ അനുസരിച്ചായിരിക്കും എവിടെ ഉണ്ടാവുക? മാർക്കറ്റ് ഇക്കോണമിയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. ഓക്കെ, അതിനെ നമ്മൾ പറയുന്നതാണ് പ്രൈസ് മെക്കാനിസം. പക്ഷേ നമ്മുടെ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ, നമ്മുടെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ എന്താണ്, അവിടെ ഗവൺമെൻറ് പറയുന്നതായിരിക്കും അവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത്. പ്ലാനിങ് മെക്കാനിസമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് എന്താണ്, നമ്മുടെ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ സോഷ്യലിസ്റ്റിൽ നോക്കിയാണ് എന്താ, വെൽഫെയർ മോട്ടീവ്, ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് ഇക്കോണമിയിലായിക്കല്ലോ ജസ്റ്റ് പ്രോഫിറ്റ് മാത്രമാണ് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. ഇവിടെ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ ഫുൾ ഗവൺമെൻറ് കൺട്രോളാണ്. മാർക്കറ്റ് ഇക്കോണമിയിലായിക്കോട്ടെ എന്താണ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കൺട്രോളാണുള്ളത്.